ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള ചരിത്രത്തെയും സമകാലീന കേരളത്തെയും പരിശോധിക്കുകയും പുനഃസന്ദർശിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആയുർവേദത്തിലെ ഒരു സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ ജാതി വ്യവസ്ഥ ഉൾവലിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ രോഗാതുരത പല നിലകളിൽ, പല അവസ്ഥകളിൽ വളരെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ഉൾവലിഞ്ഞു നിൽക്കുകയാണെങ്കിലും അത് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയെന്ന് ഈ സംഭാഷണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഗാന്ധിയുടെയും ഗുരുവിൻ്റെയും സംവാദം അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത്രമാത്രം ആകുലരാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തുകൊണ്ടാണ് ആ സംവാദത്തെ ആത്മാഭിമാനത്തോടുകൂടി ഓർക്കുന്നതിന് പകരം മലയാളി അല്പം ലജ്ജിതരാണ്? അത് സമ്മതിക്കാൻ മലയാളിക്ക് വിഷമമുണ്ടെങ്കിലും മലയാളി സ്വയം ലജ്ജിതരാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ ഒരു ആശയാവലി, അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്, ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി? ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ചോദിക്കുന്നുണ്ട് ഗാന്ധി. ഗുരു പറയുന്ന മറുപടി നമ്മൾ PSC പരീക്ഷയിൽ പോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഗാന്ധി ചോദിച്ചത്. പക്ഷേ ഗുരു യെസ് എന്നോ നോ എന്നോ മറുപടി പറയുമെന്നാണ് ഗാന്ധി പ്രതീക്ഷിച്ചത്. പക്ഷേ ഉത്തരം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ. യെസ് ഓർ നോ ക്വസ്റ്റ്യനാ, വേണമെങ്കിൽ യെസ് എന്നോ നോ എന്നോ പറയാം. പക്ഷെ ഗുരു പറഞ്ഞത് എന്താണ്? അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്നാണ് ഗുരു പറഞ്ഞ മറുപടി. നമ്മൾ ഈ സംവാദത്തെ വളരെ വിശാലമായൊരു ക്യാൻവാസിൽ കാണേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 1925 ഗുരുവിനെ ഗാന്ധി സന്ദർശിക്കുന്നത്. ഗാന്ധി വൈക്കത്ത് വരുമ്പോൾ തികഞ്ഞ അപമാനം നേരിട്ടിട്ടാണ് ശിവഗിരിയിലേക്ക് വരുന്നത്. ഇണ്ടംതുരുത്തി മനയിലേക്ക് ചെല്ലുമ്പോൾ ആ മനയ്ക്കുള്ളിലേക്ക് ഗാന്ധിയെ പ്രവേശിപ്പിക്കാൻ പോലും ബ്രാഹ്മണ്യം തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെ വളരെ വിശദമായൊരു സംവാദം ഇണ്ടംതുരുത്തി നമ്പ്യാതിരിയും ഗാന്ധിയും തമ്മിൽ നടക്കുന്നുണ്ട്. പല പശ്ചാത്തലമുണ്ട് അതിന്. ആ സംവാദത്തിൻ്റെ വിശാലമായ ചർച്ചയിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. പക്ഷേ ഗാന്ധി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ വഴി നടക്കാൻ അനുവദിക്കാത്തത് എന്ന് ഗാന്ധി ഇണ്ടംതുരുത്തിയോട് ചോദിക്കുന്നുണ്ട്. ഇണ്ടംതുരുത്തി പറയുന്ന മറുപടി, ഇവർ കൊള്ളക്കാരെക്കാളും ഹീനരാണ് എന്നാണ് കൊടുക്കുന്ന മറുപടി. ഇവർ കൊള്ളക്കാരെക്കാളും ഹീനരാണ്. ഇവരോട് ഇങ്ങനെ ചെയ്യുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ധർമ്മശാസ്ത്രങ്ങൾ, കർമ്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് അവരോട് അങ്ങനെ ചെയ്യുവാൻ വിധിയുണ്ട് എന്നാണ് ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഗാന്ധിയോട് പറഞ്ഞ മറുപടി. കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഗാന്ധിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം ഗാന്ധിയോട് ഇണ്ടംതുരുത്തി ചോദിക്കുന്നുണ്ട്, താങ്കൾ സനാതനിയായൊരു ഹിന്ദു ആണോ? പെട്ടു. ആ ചോദ്യത്തിൽ വീണുപോയി. സനാതനിയായ ഹിന്ദുവാണ് എന്ന് പറഞ്ഞതോടുകൂടി കർമ്മ പുനർജന്മ സങ്കല്പത്തിലും പുനർജന്മ വിശ്വാസത്തിലും പാപ പുണ്യ സിദ്ധാന്തത്തിലും എല്ലാം വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം വന്നതോടുകൂടി തന്നെ ഗാന്ധിക്ക് പിന്നെ അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം യഥാർത്ഥത്തിൽ സംജാതമാവുകയാണ്. ആ ഭാഗം മാത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഗാന്ധി ചോദിക്കുന്നുണ്ട്, ശരി, അവരിങ്ങനെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങൾക്കവരെ ശിക്ഷിക്കാൻ എന്താണ് അധികാരം? ദൈവം ശിക്ഷിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നത്? അപ്പോൾ ഇണ്ടംതുരുത്തി പറയുന്നുണ്ട്, ഇവർ ഇങ്ങനെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായതിനാൽ ഞങ്ങൾ അങ്ങനെ പെരുമാറാൻ ബാധ്യസ്ഥരായി മാറിത്തീരുന്നു എന്നാണ് ഇണ്ടംതുരുത്തി പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഗാന്ധി ഗുരുവിനെ സന്ദർശിക്കാനായി ശിവഗിരിയിൽ ഗാന്ധിയാശ്രമം എന്ന് പറയുന്ന ഭവനത്തിൽ എത്തിച്ചേരുന്നത്. ഈ സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു വിശാലമായ ക്യാൻവാസിൽ ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ
വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ച ചർച്ചകളും ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഹിന്ദുത്വവാദികൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ വൈക്കം സത്യാഗ്രഹത്തെ യഥാർത്ഥത്തിൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെ ഒരു ഹിന്ദു സമരമാക്കി ചുരുക്കി എന്നുള്ളതാണ്. ഒരു ഹിന്ദു സമരമാക്കി ചുരുക്കി. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ജോർജ് ജോസഫിനെ ഗാന്ധി വിലക്കി. സെബാസ്റ്റ്യൻ കുരുവിള മാത്യു, അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുക്കുന്നതിനും ഗാന്ധി അനുവദിച്ചില്ല. വൈക്കം സത്യാഗ്രഹം ഹിന്ദുക്കളുടെ പ്രശ്നമാണെന്നും അതിൽ ഇതര മതസ്ഥർ പങ്കെടുക്കരുതെന്നുമായിരുന്നു ഗാന്ധിയുടെ നിലപാട്. 1924 ഏപ്രിൽ 4 തിരുവനന്തപുരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ ജോർജ് ജോസഫ് സത്യാഗ്രഹത്തിൽ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതിയെന്ന ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് ചരിത്രരേഖകളിൽ പരാമർശം കാണാം. ഇതിൻ്റെ ഈ ഒരു വളരെ വിശദമായ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് ഗാന്ധി ഗുരു സംവാദത്തിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൽ ജോർജ് ജോസഫ് ക്ഷമ ചോദിച്ചു എന്ന് ഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതി. എന്നാൽ ഗാന്ധിയുടെ ഈ വാദത്തെ ജോർജ് ജോസഫ് തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ജോർജ് ജോസഫ് സോഷ്യൽ റിഫോർമറിൽ എഴുതി ഇങ്ങനെ: വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശനത്തിനും തമ്മിൽ ബന്ധമില്ല. ക്ഷേത്രത്തിന് സമീപമുള്ള സർക്കാർ റോഡിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ന്യായമാണോ? ഇതായിരുന്നു വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വെച്ച പ്രശ്നം. പൊതുജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ സമരമാണിത്. സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിൽ ക്ഷമ ചോദിക്കണമെന്നാവശ്യപ്പെട്ട ഗാന്ധി എനിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. അതിനാൽ ക്ഷമ ചോദിക്കാൻ തയ്യാറായില്ല. കാരണം അവശ ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരമാണതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് ജോർജ് ജോസഫ് രേഖപ്പെടുത്തുന്നുണ്ട്. തന്നെയല്ല, സാമൂഹിക സമത്വം കൈവരിക്കുന്നതിനായി നടത്തുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ സിഖുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പങ്കെടുക്കാൻ പാടില്ലെന്ന ഗാന്ധിയുടെ അഭിപ്രായത്തോട് തമിഴ്നാട് കോൺഗ്രസ് നേതാവായ എസ് ശ്രീനിവാസ അയ്യങ്കാരും വിയോജിപ്പ് രേഖപ്പെടുത്തി. ചുരുക്കത്തിൽ ഗാന്ധിയൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരെയും ഐക്യപ്പെടുത്തിയെന്ന വാദം ചരിത്രപരമായി അത്ര ശരിയല്ല. ഗാന്ധിയൻ സത്യാഗ്രഹം പ്രത്യേകിച്ച് വൈക്കത്ത് നടന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അകാലികളെയും അകറ്റി നിർത്തി അതിനെ സവർണ പശ്ചാത്തലമുള്ള ഹിന്ദു പരിഷ്കരണ ശ്രമമാക്കി സങ്കുചിതപ്പെടുത്തി എന്നുള്ളതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ ചരിത്ര യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഹിന്ദുത്വവാദികൾക്ക് വളരെ എളുപ്പം അതൊരു ഹിന്ദു പരിഷ്കരണ ശ്രമമാണ് എന്ന് വാദിക്കാൻ കഴിയുന്നതിൽ ഗാന്ധിയുടെ ഈ നിലപാടുകൾക്ക് പങ്കുണ്ട് എന്നാണ് അതിനിശിതമായി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ വിയോജിപ്പുകൾ സദസ്സിൽ നിന്നുണ്ടാവാം, പക്ഷേ ഇതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വൈക്കം പോരാട്ടത്തെ ഒരു അഖിലേന്ത്യാ സമരമാക്കാൻ ഗാന്ധി അനുവദിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ തിരുവിതാംകൂറിലെ ജനങ്ങളെ മാത്രമേ അതിൽ പങ്കെടുപ്പിക്കൂ എന്ന് ഗാന്ധി പറയുന്നുണ്ട്. കാരണം മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം ഏപ്രിൽ 11 ആയപ്പോഴേക്കും ഒട്ടുമിക്ക സമര നേതാക്കളും ജയിലഴിക്കുള്ളിലായി. അഖിലേന്ത്യാ നേതാക്കളെ സത്യാഗ്രഹത്തിൽ പങ്കെടുപ്പിക്കാനായി വൈക്കത്ത് നിന്ന് ജോർജ് ജോസഫ് ഗാന്ധിക്ക് കത്തയച്ചു. എന്നാൽ കേരളത്തിന് പുറത്തു നിന്നല്ല, തിരുവിതാംകൂറിന് പുറത്തുള്ളവർ പോലും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് ഗാന്ധി എതിരായിരുന്നു എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഒരു സാഹചര്യം മാത്രമാണ്. പക്ഷേ സത്യാഗ്രഹം എന്ന് പറഞ്ഞ സങ്കല്പം അടിസ്ഥാനപരമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഗാന്ധിയുടെ സത്യാഗ്രഹ സങ്കല്പത്തെ നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ BR അംബേദ്കറും അംഗീകരിക്കുകയുണ്ടായേയില്ല. നാരായണ ഗുരുസ്വാമികൾ ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡലിനെ അംഗീകരിച്ചില്ല, ഡോക്ടർ BR അംബേദ്കറും അംഗീകരിച്ചില്ല. സത്യാഗ്രഹം മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമരമുറയാണ്. പുരോഗമനവാദികൾ തങ്ങളുടെ ആശയം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. എതിരാളികളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സമാധാനപൂർവ്വം ദീർഘമായ സമരം നടത്തുന്നത് എന്ന് ഗാന്ധി പറഞ്ഞു. 1924 മെയ് 26 സ്വദേശി മിത്രനിൽ ഈ രേഖ കാണാം. ഗാന്ധിയുടെ ഈ വാദം അനുസരിച്ചാണെങ്കിൽ സവർണ ഹിന്ദുക്കൾക്ക് മനപരിവർത്തനം വരുന്നത് വരെ അവരുടെ ജാതിഹിംസകൾ അവർണർ സഹിക്കണം. കാരണം മനപരിവർത്തനം എന്ന് പറയുന്ന ആശയത്തിലാണല്ലോ ഇതിൻ്റെ കാതൽ കിടക്കുന്നത്. എത്ര ക്രൂരമായ ആശയമാണെന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ത്യയിൽ ഇന്നും തുടരുന്ന ദളിത് മുസ്ലിം പീഡനങ്ങൾ തെളിയിക്കുന്നത് ഗാന്ധിയൻ മാതൃകയിലുള്ള മനപരിവർത്തനം പരാജയമാണെന്നാണ്. കാരണം മനപരിവർത്തനം വന്നിട്ട് ഇതെല്ലാം മാറാനാണെങ്കിൽ ഇന്ത്യ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആർക്ക് മനപരിവർത്തനം ഉണ്ടാകാൻ? മനപരിവർത്തനം അസാധ്യം. ഒരു ചെറിയ ഉദാഹരണം അതിലേക്ക് പറയാം. RSSൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ജ്ഞാനസഭ നടക്കുകയാണ്. മോഹൻ ഭാഗവത്തിൻ്റെ നേതൃത്വത്തിലാണോ നടക്കുന്നത്? ഇന്ത്യയിലുള്ള വൈസ് ചാൻസലർമാരെല്ലാം അതിൽ പങ്കെടുക്കുന്നുള്ളതാണ് വിവരം. കേരളത്തിൽ നിന്നുള്ള 5 VCമാർ ഈ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ VCമാരുടെ എല്ലാം ജാതി തിരിച്ചുള്ള വിവരം ഒന്ന് പുറത്തു വരണം. പുരോഗമന കക്ഷികളും വലത്ത് കക്ഷികളും എല്ലാം ചേർന്ന് സൃഷ്ടിച്ചതും സംഭാവന ചെയ്തതുമായ സവർണ കുലപതികളാണ് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കേരളം വളരെയധികം പുരോഗമിച്ചു. നമ്മൾ പുരോഗമിച്ച് 916 ആയി. പക്ഷേ കേരളത്തിലെ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ, ഒരു ദളിതനെ വൈസ് ചാൻസലർ ആക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലെ പുരോഗമനകാരികൾ 1000 ആണ്ട് തപസ് ചെയ്താലും അസാധ്യം. പക്ഷെ നമ്മളെല്ലാം പുരോഗമനകാരികളാണ്. ഇതെങ്ങനെ സംഭവിക്കും? വളരെ വിചിത്രമായ മാനസികാവസ്ഥയിലാണ്. എല്ലാവരും പുരോഗമനകാരികളുമാണ്. പക്ഷേ ഈ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഈ വ്യവസ്ഥാക്രമം നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിലെ സർവകലാശാലകളെ അഗ്രഹാരങ്ങളാക്കി മാറ്റിയിരിക്കുക. എന്താ അഗ്രഹാരങ്ങളുടെ പ്രത്യേകത എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അവിടെ ഈ ബ്രാഹ്മണർ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. PK ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അഗ്രശാലകൾക്കടുത്ത് നമ്പൂതിരിമാർ പോലും കാണില്ല എന്നാണ് PK ബാലകൃഷ്ണൻ പറയുന്നത്. തമിഴ് ബ്രാഹ്മണർ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും അവിടെ പ്രവേശിപ്പിക്കത്തില്ല. അങ്ങനെ ഒരു അടഞ്ഞ കോട്ടയായി ഇന്ത്യയിലെ കേരളത്തിലെ സർവകലാശാലകളെ പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിച്ചുകൊണ്ട് മാറ്റി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൊത്തത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യാപകമായ രീതിയിൽ സംവരണ അട്ടിമറി നടക്കുന്നൊരു സ്ഥലമാണ്. വ്യാപകമായ രീതിയിൽ സംവരണ അട്ടിമറി. ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ വന്ന കണക്കനുസരിച്ച് കേന്ദ്രത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ 80% സംവരണ പോസ്റ്റുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, മുസ്ലിം വിഭാഗങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയെല്ലാം നികത്താതെ കിടക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി തന്നെ പാർലമെൻറ്റിൽ വെച്ച കണക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജാതി എങ്ങും പോയിട്ടില്ല. അത് വളരെ സൂക്ഷ്മ രൂപത്തിൽ മലയാളിയുടെ മനസ്സിലുണ്ട്, ഇന്ത്യൻ മനസ്സുകളിലുണ്ട്. നമ്മൾ പുരോഗമനത്തിൻ്റെ ചെരുപ്പ് വീടിന് വെളിയിലിട്ടിട്ട് ജാതിയുടെ നഗ്നപാതവുമായി വീടിനുള്ളിൽ വ്യവഹരിക്കുന്നവരാണ് മലയാളികൾ. വീടിനുള്ളിൽ മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് തോന്നും വീടിനുള്ളിൽ മാത്രമാണെന്ന്. വീടിനുള്ളിൽ മാത്രമല്ല, ചിലപ്പോൾ ചില കെട്ടിടങ്ങളുടെ പേരുകൾ വലിയ പുരോഗമന പേരുകളൊക്കെ ആയിരിക്കും. സാംസ്കാരിക സ്ഥാപനങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ചെരുപ്പ് ഊരി പുറത്തിട്ടിട്ട് ജാതിയുടെ നഗ്നപാദങ്ങളുമായിട്ടാണ് അത്തരം സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ആളുകൾ വിഹരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നഗ്നമായി തന്നെ തിരിച്ചറിയാതെ മലയാളിക്ക് പുരോഗമനകാരിയാകുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രാതിനിധ്യ ജനാധിപത്യം നിലവിൽ വരണമെങ്കിൽ എന്ത് വേണം? അതിന് സവർണർക്ക് മനപരിവർത്തനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഡോക്ടർ BR അംബേദ്കർക്കും ഭരണഘടനാ വിധാതാക്കൾക്കും അറിയാമായിരുന്നു. സവർണർക്ക് മനപരിവർത്തനം വന്നിട്ട് ഇന്ത്യയിൽ ഒരിക്കലും ജനാധിപത്യം വരാൻ പോകുന്നില്ല. അങ്ങനെ ഗാന്ധിയുടെ ആഗ്രഹം അനുസരിച്ചാണെങ്കിൽ 2025 ഇവിടെ ജനാധിപത്യം കാണത്തില്ല. കാരണം എന്ന് മനപരിവർത്തനം വരാനാ? മനപരിവർത്തനം വരില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ 2025 ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എമ്പ്രാന്തിരിയാണ് ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തി വരുന്നത്. ആ എമ്പ്രാന്തിരി കറുത്ത ആളായതുകൊണ്ട് ഒരു സവർണ ശൂദ്ര സ്ത്രീ അയാളെ വിളിച്ചത് എന്താണ്? പൂണൂലിട്ട പെലയൻ. പുലയനെന്നല്ല, പെലയൻ എന്നാണ് വിളിച്ചത്. ഇരിങ്ങാലക്കുടയിലാണെന്ന് ഓർക്കണം. സഖാവ് PC കുറുമ്പയുടെ നേതൃത്വത്തിൽ, കുട്ടംകുളത്ത് ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിലൊക്കെ നിരവധി സമരം നടന്ന ഒരു സ്ഥലത്താണ് മലയാളിയെ പരിഹസിച്ചുകൊണ്ട്, മലയാളിയുടെ ജനാധിപത്യ ബോധത്തെ പരിഹസിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ
അപമാനിച്ചുകൊണ്ട് ആ സ്ത്രീ സംസാരിച്ചത്. എന്നിട്ട് എന്ത് നടപടി ആ സ്ത്രീക്കെതിരെ ഉണ്ടായത്? ഒരു നടപടി ഉണ്ടാകത്തില്ല. പേടിക്കണ്ട കേട്ടോ, പേടിക്കുകയേ വേണ്ട. ആർക്കും ഈ രീതി പെരുമാറാം. കേരളത്തിൻ്റെ ആദരണീയനായിരുന്ന മുൻ ദേവസ്വം മന്ത്രി, അദ്ദേഹത്തെ അപമാനിച്ചിട്ട് പോലും ചലിക്കാത്ത ആളുകളാണ് നമ്മൾ മലയാളികൾ. പിന്നെ നമ്മൾ എന്ത് പുരോഗമനത്തെപ്പറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പുരോഗമിച്ച് എവിടെ എത്തിയെന്നാണ് ഈ പറയുന്നത്? നമ്മുടെ സർവകലാശാലകൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ തന്നെ കടവല്ലൂർ അന്യോന്യമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത്? അവിടെ ഈ വേദപരീക്ഷയ്ക്ക് ബ്രാഹ്മണർ മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ്. അങ്ങനെ സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സാംസ്കാരിക സ്ഥാപനങ്ങളെ കടവല്ലൂർ അന്യോന്യങ്ങളാക്കി നമ്മൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളങ്ങനെ ജനാധിപത്യ കേരളമാണെന്ന് നമുക്ക് പറയാൻ കഴിയും? അപ്പം സവർണറുടെ മനഃപരിവർത്തനത്തിലൂടെ അല്ല ജനാധിപത്യം നിലവിൽ വരേണ്ടത്. അത് എല്ലാവരും കൂട്ടായിട്ട് ഉള്ള ഒരു സാഹോദര്യ മനോഭാവത്തിൽ മാത്രമേ ജനാധിപത്യം നിലവിൽ വരികയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃഷ്ണൻ നമ്പൂതിരിക്ക് അയച്ച കത്തിൽ ഗാന്ധി നിർദ്ദേശിച്ചു, എത്ര മർദ്ദനമേറ്റാലും പ്രതികാരം ചെയ്യരുത്. ഈശ്വരന് വിശ്വാസമർപ്പിച്ച് ഒരു പുണ്യപ്രവർത്തിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഭയപ്പെടാതെ അതിനെയെല്ലാം നേരിടണം. തല്ല് മുഴുവൻ കൊണ്ടോളാനെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഗാന്ധിയുടെ ഈ നിലപാട് മൂലം സ്വയം പ്രതിരോധത്തിനുള്ള സ്വാഭാവിക മാർഗങ്ങൾ പോലും അടഞ്ഞു. ഇത് സവർണരെ ശക്തിപ്പെടുത്തി. അങ്ങോട്ട് അക്രമത്തിന് പോകുന്നില്ലെങ്കിലും ഇങ്ങോട്ടുള്ള ആക്രമണം തടയുന്നതിന് പോലും സത്യാഗ്രഹികൾക്ക് കഴിയാതെ വന്നത് ഗാന്ധിയുടെ ഈ നിലപാട് നിമിത്തമായിരുന്നു. സത്യാഗ്രഹത്തിലുള്ള നിർദ്ദേശത്തിൽ ഗാന്ധി ഇപ്രകാരം ശാസിച്ചു: നിങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കേണ്ട, നിങ്ങൾ ബാരിക്കേഡ് തകർക്കുകയും ചെയ്യണ്ട. എങ്ങനെ പ്രവർത്തിച്ചാൽ എളുപ്പം സമരം വിജയിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം സമാധാനപൂർവ്വം എന്താണ് ന്യായം എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ഗാന്ധിയുടെ ഈ സത്യാഗ്രഹ സങ്കല്പത്തോട് നാരായണ ഗുരുസ്വാമികൾ യോജിച്ചില്ല എന്നുള്ളതാണ്. 1927 മഹാൻ സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ BR അംബേദ്കർ സത്യാഗ്രഹത്തെ നിർവചിക്കുന്നുണ്ട്. അംബേദ്കർ പറയും, സത്യാഗ്രഹത്തിൻ്റെ മാതൃക എന്തായിരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കണം. മഹാത്മാഗാന്ധിയാണ് സത്യാഗ്രഹത്തിൻ്റെ ആധുനിക കാലത്തെ വക്താവ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച സത്യാഗ്രഹമല്ലാതെ മറ്റൊരു മാർഗവും സത്യാഗ്രഹത്തിനില്ലെന്ന് എല്ലാവരും അനുമാനിക്കുന്നു. സത്യാഗ്രഹത്തിൻ്റെ മാതൃകയിൽ അക്രമത്തിന് ഒരിടവും ഗാന്ധി സൂക്ഷിച്ചിട്ടില്ല. സത്യാഗ്രഹത്തോടുള്ള ഈ സമീപനത്തിൻ്റെ യുക്തിയിൽ യോജിപ്പില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് അംബേദ്കർ പറഞ്ഞത്. സത്യാഗ്രഹത്തോടുള്ള ഈ സമീപനത്തിൻ്റെ യുക്തിയിൽ യോജിപ്പില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡലിനോട് അംബേദ്കർ വിയോജിക്കുന്നു. സത്യാഗ്രഹത്തിൻ്റെ സാധുത അതിൻ്റെ ഉദ്ദേശ്യത്തിൻ്റെ ധാർമ്മികതയെ ആശ്രയിച്ചിരിക്കും. പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പുണ്യമാണ്, അപ്പോൾ അത് സത്യാഗ്രഹമായി കണക്കാക്കേണ്ടതുണ്ടോ? ഹിംസ അഹിംസ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. തികച്ചും അധാർമികമായ ലക്ഷ്യത്തോടെ ആരെങ്കിലും അഹിംസ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളതിനെ സത്യാഗ്രഹമെന്ന് വിളിക്കുമോ? ശരിയായ ലക്ഷ്യത്തിനായി ആരെങ്കിലും അഹിംസ ഉപയോഗിക്കാൻ നിർബന്ധിതനായാൽ നിങ്ങളതിനെ സത്യാഗ്രഹമല്ലെന്ന് വിളിക്കുമോ? അങ്ങനെയാണെങ്കിൽ തൻ്റെ ന്യായമായ ആവശ്യം നേടിയെടുക്കാൻ അക്രമമാർഗം സ്വീകരിക്കാൻ അർജുനനെ നിർബന്ധിച്ച ശ്രീകൃഷ്ണൻ എന്തായിരിക്കും? അദ്ദേഹം ഒരു പിശാചായിരുന്നോ? ഒരു ഹിന്ദു അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അംബേദ്കർ പറഞ്ഞു. വളരെ പ്രസക്തമായൊരു വാചകം അംബേദ്കർ സൂചിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ. നിങ്ങൾ പറയുന്നു അക്രമം ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. എന്നാൽ സ്വയം പ്രതിരോധത്തിൽ ഒഴിവാക്കാനാവാത്തതാണെങ്കിൽ അത് ക്ഷമിക്കണം. സ്വയം പ്രതിരോധത്തിൽ അത് ഒഴിവാക്കാനാകാത്തതാണെങ്കിൽ ക്ഷമിക്കണം. അല്ലാതെ മുഴുവൻ അടിയും മേടിച്ചുകൊണ്ട് ചുണ്ണാമ്പ് ആരെങ്കിലും ഒഴിഞ്ഞാൽ എന്നെ ചുണ്ണാമ്പ് പറഞ്ഞു, ഞാൻ കൊള്ളാം, ഒലക്കയും കൊണ്ട് വന്ന് എന്നെ അടിക്കുക എന്നും പറഞ്ഞ് നിന്ന് കൊടുക്കുന്നതിൻ്റെ പേരല്ല സത്യാഗ്രഹം എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഗാന്ധിയൻ സത്യാഗ്രഹ മോഡലിൻ്റെ പ്രത്യേകത എന്താണ്? അടി മുഴുവൻ അവർണർ മേടിച്ചു കൂട്ടുക. ഇവിടെ സവർണർക്കൊരു പ്രശ്നമില്ല. സവർണർ ഇങ്ങനെ അടി കൊടുക്കുക. രാമനിളയതിനെ പോലെയുള്ള പാവങ്ങളും അടികൊള്ളുക. ഇതായിരുന്നു ഗാന്ധിയൻ മോഡലുള്ള. സ്വയം പ്രതിരോധത്തിനുള്ള ഒരു മാർഗവും ഗാന്ധിയൻ മോഡലില്ല. അതിനെ അംബേദ്കർ എതിർത്തു. സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിനായി നമ്മൾ ഇതേ തത്വം പ്രയോഗിക്കേണ്ടി വരും. അതനുസരിച്ച് ഗാന്ധിയുടെ അഹിംസാ സത്യാഗ്രഹം പ്രായോഗികമല്ല. ഗാന്ധിയുടെ അഹിംസാ സത്യാഗ്രഹത്തെ അഹിംസ എന്ന് വിളിക്കുന്നതും നാട്യവും ശുദ്ധവഞ്ചനയുമാണെന്നാണ് പറഞ്ഞത്. നാട്യവും ശുദ്ധവഞ്ചനയുമാണ്.
കുറച്ചും കൂടെ അംബേദ്കർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അംബേദ്കർ പറയും, അക്രമത്തിൻ്റെ അർത്ഥം മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനോ വികാരത്തിനോ മുറിവേൽപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. അതിനാൽ അക്രമരാഹിത്യം എന്നാൽ ഒരു ജീവജാലത്തിന് ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാക്കാതിരിക്കുക എന്നതാണ്. അഹിംസയുടെ വിശാലമായ നിർവചനം നാം പ്രയോഗിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസയും ഒരു തരത്തിൽ ഹിംസയാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നു അംബേദ്കർ ഇങ്ങനെ: ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയായ നിലപാടല്ല. അടി മുഴുവൻ മേടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല. നിങ്ങളുടെ നിലപാടായിക്കോട്ടെ, നിങ്ങൾ അടി മേടിക്കുവോ, അടി കൊള്ളുവോ, ചത്തുപോവോ ഒക്കെ ചെയ്തു, ചാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ആര് പറഞ്ഞത്? അംബേദ്കർ പറഞ്ഞു. അംബേദ്കർ പറയുന്നു, സത്യത്തിൽ സത്യാഗ്രഹം കഴിയുന്നിടത്തോളം അഹിംസ സ്വീകരിക്കണം. കഴിയുന്നിടത്തോളം. എന്താണ് കഴിയുന്നിടത്തോളം? ഒലക്കയും കൊണ്ട് തലക്കടിക്കാൻ വന്നാൽ ഒലക്ക തലയുടെ മുകളിൽ വരുന്നിടത്തോളം, തലയുടെ മുകളിൽ വന്ന് വീഴുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അത് അംബേദ്കർ പറയും, ആവശ്യം വന്നാൽ അക്രമം അവലംബിക്കേണ്ടി വരും. ആവശ്യം വന്നാൽ അക്രമം അവലംബിക്കേണ്ടി വരും. അത് ഇങ്ങോട്ട് വരുന്ന അടിയെ തടുക്കാതെ പിന്നെ രക്ഷയുണ്ടോ? അതായിരിക്കണം സമീപനം. അത് പ്രായോഗിക സമീപനമായിരിക്കും. ഇത് 1927 മഹാർ സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വാചകങ്ങളാണ്. അംബേദ്കർ പറയും, ഏതൊരു പ്രവർത്തനത്തിൻ്റെ വിജയവും പരാജയവും അത് ലഭ്യമായ വിഭവങ്ങളെ പോലെ തന്നെ ധാർമ്മികതയെ ആശ്രയിച്ചിരിക്കുന്നു. സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എനി ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ബീയിങ് മോറൽ ആസ് മച്ച് ആസ് ഓൺ ദ റിസോഴ്സസ് അവൈലബിൾ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. സത്യാഗ്രഹം തുടങ്ങണമെങ്കിൽ സത്യം അസത്യം എന്ത് എന്ന് ആദ്യം തീരുമാനിക്കണം. സത്യാഗ്രഹത്തിൻ്റെ വിജയം അത് ചെയ്യുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ആത്മവിശ്വാസം പുറപ്പെടുന്നത് താൻ ചെയ്യുന്നത് ധാർമ്മികവും ശുദ്ധവുമായ സത്യമാണെന്ന അറിവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ്, എൻ്റെ അഭിപ്രായത്തിൽ അംബേദ്കർ പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ സാഹോദര്യത്തിന് വേണ്ടിയുള്ളതെന്തും സത്യമാണ്. ഇൻ മൈ ഒപ്പീനിയൻ whatever is for fraternity and brotherhood is truth. സാഹോദര്യത്തിന് വേണ്ടിയുള്ളത് എന്തും സത്യമാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു, I want to tell them that if they have sympathy for us, if they feel anguished about the injustice caused to us, then they should support wholeheartedly, like the whites supported the blacks in America to end slavery. Otherwise it does not matter whether you have sympathy or hatred towards us എന്ന് അംബേദ്കർ പറഞ്ഞു. അവർക്ക് സവർണ ഹിന്ദുക്കൾക്ക് ഞങ്ങളോട് സഹതാപമുണ്ടെങ്കിൽ, ഞങ്ങളോട് ചെയ്ത അനീതിയെക്കുറിച്ച് അവർക്ക് വേദന തോന്നുന്നുവെങ്കിൽ, അടിമത്തം അവസാനിപ്പിക്കാൻ വെള്ളക്കാർ അമേരിക്കയിലെ കറുത്തവരെ പിന്തുണച്ചതുപോലെ അവർ ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യവും അനുകമ്പയല്ല ആവശ്യം, സാഹോദര്യം വേണമെന്നാണ് അംബേദ്കർ പറയുന്നത്. ഈ അനുകമ്പയുടെ ഒരു പ്രത്യേകത, നാരായണഗുരു പറയുന്ന അനുകമ്പയെ പറ്റില്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു അനുകമ്പയുണ്ടല്ലോ, അത് ഈ ഔദാര്യമാണ്. അതായത് ഈ ദേവീ ദേവന്മാരുടെ വിഗ്രഹം കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും, അത് ഈ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന രീതിയാണ്. കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ താഴോട്ടാണ് അനുഗ്രഹം മൊത്തം. അനുഗ്രഹം നേരെയല്ല ഒരിക്കലും. അനുഗ്രഹം എങ്ങനെയാണ്? അതിങ്ങനെ താഴോട്ടാണ്. അത് ദേവീ ദേവന്മാരുടെ ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ അനുഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു ഔദാര്യമാണ്. ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളോട് സഹതാപമോ വെറുപ്പോ ഉണ്ടോ എന്നത് പ്രശ്നമല്ല. വെള്ളക്കാർ കറുത്തവരെ പിന്തുണച്ചതുപോലെ ഞങ്ങളെ പിന്തുണച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് സഹോദരൻ അയ്യപ്പനും പറയുന്നുണ്ട്. അയ്യപ്പൻ പറയുന്നു, നിങ്ങൾ വലിയ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് ചെയ്യണ്ട, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ വലിയ തടിയും കല്ലും ഉണ്ടല്ലോ, അത് നിങ്ങളങ്ങ് പെറുക്കി മാറ്റിയാൽ മാത്രം മതി, നടന്നു പോകുന്ന കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. ഇതാ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. വേറൊന്നും ചെയ്യണ്ടെന്നേ, നിങ്ങൾ സർവകലാശാലയിലെ സംവരണം അട്ടിമറിക്കുന്ന റോസ്റ്റർ അങ്ങ് മാറ്റി വെച്ചാൽ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് കയറിപ്പോക്കോളാം. പക്ഷേ ഒരു കയ്യിൽ ജനാധിപത്യം, മറുകൈയിൽ സംവരണ അട്ടിമറിയുടെ റോസ്റ്റർ, ഇത് രണ്ടും കൂടെ ശരിയാവത്തില്ല കേട്ടോ. അംബേദ്കർ പറയും, ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. ഒരേ സമയത്ത് മഹാഭാരതവും ഉപനിഷത്തും വിപ്ലവമാണെന്ന് പറയുക, ജാതി വ്യവസ്ഥയുടെ പ്രശ്നമാണെന്നേ പറയുക. ഇത് രണ്ടും കൂടെ ശരിയാവത്തില്ല. മഹാഭാരത ഉപനിഷത്തിലും വളരെ കൃത്യമായി ജാതി വ്യവസ്ഥയെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് മഹാഭാരത ഉപനിഷത്തും ഒക്കെ. അതുകൊണ്ട് ഇത് നമുക്ക് ജനാധിപത്യവാദിയാകണമെങ്കിൽ എന്ത് വേണം? ഈ ഗ്രന്ഥപാഠങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കാതെ
നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അംബേദ്കർ പറയും, നിങ്ങൾ മുമ്പൊരിക്കലും, മഹാ സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇതെല്ലാം അംബേദ്കർ പറയുന്നത്. 1927 നിങ്ങൾ മുമ്പൊരിക്കലും അതായത് ചൗദാർ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും എന്നല്ല, മറ്റുള്ളവരെ പോലെ നമ്മളും മനുഷ്യരാണെന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം. ഇത് നാരായണ ഗുരുസ്വാമികളുടെ ശിഷ്യൻ SNDPയുടെ സമുന്നതനായ നേതാവ് TK മാധവൻ പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ കയറി തൊഴുക എന്നുള്ള ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്, ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, ആത്മാഭിമാനമുള്ള മനുഷ്യരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് TK മാധവൻ പറയുന്നുണ്ട്. ആത്മാഭിമാനമുള്ള മനുഷ്യരാണെന്ന്. യു ഹാവ് നെവർ യൂസ്ഡ് ഇറ്റ്സ് വാട്ടർ ഇൻ ദ പാസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇഫ് വി ഡു നോട്ട് യൂസ് ഇറ്റ് വി ആർ ഗോയിങ് ടു ഡൈ. ഇത് കുടിച്ചില്ല ഞങ്ങൾ ചാകത്തൊന്നുമില്ല. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൂവ് ദാറ്റ് വി ആർ ഹ്യൂമൻ ബീങ്സ് ജസ്റ്റ് ലൈക്ക് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ ഞങ്ങളും മനുഷ്യരാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല മറ്റുള്ളവരെ പോലെ മനുഷ്യരാണെന്ന്. ഒരു എംബ്രാന്തിരിയെ വിളിച്ചത് എന്താണ്? പൂണൂലിട്ട പെലയൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുലയ സമുദായത്തിൽപ്പെട്ടവരെല്ലാം നികൃഷ്ടരാണെന്നാണ് ആ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നത്. ആ സാംസ്കാരിക മനോഭാവത്തെ വെടിഞ്ഞ് മാത്രമേ നമുക്ക് ജനാധിപത്യ സമൂഹമായി മാറിത്തീരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനകത്ത് ഗുരുവിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. ഗുരു പറയുന്നുണ്ട്, 1925 മാർച്ച് 12 വർക്കലയിൽ വെച്ച് പോലീസ് കമ്മീഷണർ ബിഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുവിൻ്റെ നിലപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹികമായ അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നടത്തുന്ന പോരാട്ടങ്ങളിൽ അഹിംസ നിർബന്ധമായും പാലിക്കണമെന്ന നിർദ്ദേശത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് ഗുരു അറിയിച്ചു. വളരെ പ്രസക്തമായ വാചകമാണ്. വൈക്കം സത്യാഗ്രഹ സന്ദർഭത്തിൽ പോലീസ് കമ്മീഷണറായിരുന്ന ബിഡ് രേഖപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഉദ്ധരിക്കുന്നത്. സാമൂഹികമായ അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നടത്തുന്ന പോരാട്ടങ്ങളിൽ അഹിംസ നിർബന്ധമായും പാലിക്കണമെന്ന നിർദ്ദേശത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് ഗുരു അറിയിച്ചു. എന്നാൽ മിശ്രവിവാഹം, മിശ്രഭോജനം എന്നിവ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. തൻ്റെ സമൂഹത്തിന് ഏതുവിധേനയും സവർണ ഹിന്ദുക്കൾക്ക് തുല്യമായ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കണമെന്ന കാര്യത്തിൽ ഗുരു ആവേശം കാണിച്ചു എന്നും ബിഡ് രേഖപ്പെടുത്തുന്നുണ്ട്. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന KM കേശവനുമായുള്ള സംഭാഷണത്തിൽ ഗുരു തൻ്റെ ആശയങ്ങൾ കൂടുതൽ വിപുലമായി രേഖപ്പെടുത്തി. എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ അവൻ കടക്കണം. അതിൽ വരുന്ന സങ്കടങ്ങൾ അനുഭവിക്കണം. അടിച്ചാൽ കൊള്ളണം, അങ്ങോട്ടടിക്കരുത്. എന്നാൽ വേലി കെട്ടിയാൽ ഇങ്ങേ പുറത്ത് നിൽക്കരുത്. അതിൻ്റെ മീതെ കൂടി കയറണം. റോഡിൽ മാത്രം നടന്നാൽ പോരാ, ക്ഷേത്രത്തിൽ കയറണം. അതൊരിടത്ത് പോരാ, എല്ലാ ക്ഷേത്രങ്ങളിലും കയറണം, എന്നും കയറണം, എല്ലാവരും കയറണം. പാൽപ്പായസം വെക്കുമ്പോൾ ചെന്ന് കോരി കുടിക്കണം. സദ്യയിൽ ചെന്ന് പന്തിയിൽ ഇരിക്കണം. വിവരങ്ങളെല്ലാം അപ്പോഴപ്പോൾ ഗവൺമെൻറ്റിനെ അറിയിക്കണം. മരിക്കാനും മടിക്കരുത്. മനുഷ്യനെ തൊട്ടാൽ മനുഷ്യർ അശുദ്ധിയാകുമെന്ന് വിചാരിക്കുന്നവർക്ക് യാതൊന്നും ശുദ്ധമായിരുന്ന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. ഇതാണ് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ KM കേശവനോട് പറഞ്ഞു വെച്ചത്. ഇങ്ങനൊരു ഗുരു ഉണ്ടായിരുന്നു കേട്ടോ, വിപ്ലവകാരിയായ ഗുരു. ഗാന്ധി ബാരിക്കേഡ് മറികടക്കരുത് എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞ എന്താണ്? ബാരിക്കേഡ് മറികടക്കണം. അവിടാണ് ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള സംവാദാത്മകമായ വിയോജിപ്പ് നിൽക്കുന്നത്. പൊതുവേ നമ്മൾ ഗാന്ധിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുരോഗമനകാരികളായ കേരളീയർക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ ഗാന്ധിയെയും ഗുരുവിനെ എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിരിക്കുന്നു, അവരെ തമ്മിലടിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് തമ്മിലടിപ്പിക്കുന്ന പ്രശ്നമല്ല, ഇതൊരു ആശയത്തിൻ്റെ പ്രശ്നമാണ്. ഏതാശയത്തിൻ്റെ? സമൂഹത്തിൽ സാഹോദര്യം സ്ഥാപിക്കുന്നതിന് അംബേദ്കർക്കും ഗുരുവിനും ഉണ്ടായിരുന്ന പൊസിഷൻ ആയിരുന്നില്ല ആർക്ക്? ഗാന്ധിക്കുണ്ടായിരുന്നത്. അത് നിലപാടുകളുടെ മാത്രം പ്രശ്നമല്ല, ഏത് സോഷ്യൽ ലൊക്കേഷനിൽ നിന്നാണ് ഇരുവരും വരുന്നത് എന്ന പ്രശ്നമുണ്ട്. ആ പൊസിഷൻ തമ്മിലാണ് കലഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമുക്കിഷ്ടമല്ല. നമുക്ക് പെട്ടെന്ന് ഗാന്ധി, അംബേദ്കർ, ഗുരു എല്ലാവരെയും കൂടെ സമന്വയിപ്പിച്ചില്ലേ
ഒരുമിച്ച് കൂട്ടിക്കെട്ടണം, എന്നാലേ മലയാളിക്ക് തൃപ്തി എടുത്തുള്ളൂ. ഗാന്ധി, അംബേദ്കർ, ഗുരു ഒറ്റയടിക്ക് ഇവരെല്ലാം ഒരു നമ്മൾ ഈ കേരളത്തിൻ്റെ നവോത്ഥാനം പറയുമ്പോൾ എങ്ങനെയാണ്, അത് അയ്യങ്കാളിയിൽ തുടങ്ങി മന്നത്ത് പത്മനാഭനിൽ അങ്ങോട്ട് ചേരും, എല്ലാവരും ഒറ്റ വരി. ഇല്ല, ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെ പ്രതിഷ്ഠിക്കുന്ന പോലെ ഗുരു, മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പിസ്വാമി, ഇങ്ങനെ നമ്മളങ്ങോട്ട് നിരത്തി വെക്കും. പക്ഷേ അത് ചരിത്രത്തോട് നീതി പുലർത്തുന്ന കാഴ്ചപ്പാടല്ല. കാരണം ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം എഴുതി. പക്ഷേ പ്രാചീന മലയാളത്തിൽ എന്തിനാണ് ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം എഴുതിയത്? ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം എഴുതിയത് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തതാണ് കേരളം എന്ന മിത്ത് നിലനിന്നിരുന്നു. ആ മിത്തിനെ പൊളിക്കാനാണ് ആര് പ്രാചീന മലയാളം എഴുതിയത്? ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളം എഴുതിയത്. പക്ഷേ അവസാനം കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ്? അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. കേരളം ഒരു നായർ രാജ്യമാണെന്നാണ് കൺക്ലൂഷൻ. ഏതാഖ്യാനത്തെ എതിർക്കാനാണോ ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം എഴുതിയത്? പക്ഷേ എഴുതി വന്നപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? കേരളം ഒരു നായർ രാജ്യമാണ് എന്ന സിദ്ധാന്തമാണ് പ്രാചീന മലയാളം സൈദ്ധാന്തികമായി തന്നെ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രശ്നം നമ്മൾ കാണാതെ പോകരുത്. ഗുരുവിൻ്റെ അഭിമുഖത്തോടുള്ള പ്രതികരണമായി ഗാന്ധി 1924 ജൂലൈ 1 യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഗുരുവിനെ ഗാന്ധി തീയരുടെ ആധ്യാത്മിക നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഗാന്ധിയെപ്പോലെ ഒരു മഹാത്മാവ് കോട്ടാൻകോട്ടിൽ ഗുരുവിനെ തീയരുടെ ആധ്യാത്മിക നേതാവ് എന്ന് വിശേഷിപ്പിച്ചത്? ആരുടെ മനസ്സിലാണ് ജാതി? എന്തുകൊണ്ടാണ് ഗുരു തീയരുടെ മാത്രം നേതാവാണ് എന്ന് ഗാന്ധിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞതല്ല, 1924 ജൂലൈ 1 യങ് ഇന്ത്യയിൽ എഴുതിയ ലേഖനത്തിലാണ് ഗാന്ധി ഗുരുവിനെ വിശേഷിപ്പിച്ചത് തീയരുടെ ആധ്യാത്മിക നേതാവ്. ഗാന്ധി ആരെങ്കിലും ഇന്ത്യയിലെ വൈശ്യരുടെ നേതാവാണെന്ന് പറയാറുണ്ടോ? പറയാറില്ല. പക്ഷേ ഈ ഗാന്ധിയൻ മനോഭാവത്തിൽ നിന്നും കേരളീയർക്ക് മുക്തിയില്ല, ഉണ്ടോ? ഇല്ല. ഗുരുവിനെ ഇപ്പോഴും ഈഴവരുടെ നേതാവാണെന്നാണ് കരുതുന്നത്, അല്ലേ? അതെ. ഈ ഗാന്ധിയൻ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ലേ? തീയരുടെ ആധ്യാത്മിക നേതാവാണ് ഗുരു എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നു. എന്തുകൊണ്ടാണ്? ഈ ജാതിയുടെ സാംസ്കാരിക മൂലധനം, ആ സാംസ്കാരിക ഹിംസ നമ്മുടെ മനസ്സിൽ പരാന്നഭോജിയായ ഇത്തിൽക്കണ്ണി പോലെ മനസ്സിൽ പടർന്നിരിക്കുക. വലിച്ചു പറിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ട്, ഒരുപാട് പണിയെടുക്കണം. ഗാന്ധിക്കും കഴിഞ്ഞില്ല. 1924 ജൂൺ 5 സ്വദേശിമിത്രൻ പത്രാധിപർക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഗുരു ഇങ്ങനെ പറഞ്ഞു: വൈക്കം സത്യാഗ്രഹികൾ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന രീതികളോട് എനിക്ക് എതിർപ്പുണ്ട്. ബാരിക്കേഡിന് പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് സത്യാഗ്രഹം നടത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മനുഷ്യർക്കിടയിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തേക്കാൾ ഉയർന്നവരാണ് എന്ന് ഭാവിച്ച് ആചാരങ്ങളുടെ പേരിൽ അനീതി കാണിച്ചാൽ അത്തരം അനീതികൾ പൂർണ്ണമായി എതിർക്കപ്പെടേണ്ടതാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിക്കപ്പെട്ട പാതയിലൂടെ സത്യാഗ്രഹികൾ നടക്കണം. അതിൻ്റെ പേരിൽ അടിയോ അപമാനമോ ഉണ്ടായാൽ അത് സഹിക്കണം. പ്രതികാരത്തോടെ തിരിച്ചടിക്കരുത്. ബാരിക്കേഡ് വെച്ചിരുന്നാൽ അതിന് മുകളിലൂടെ അപ്പുറം കടക്കണം. അവർണർ റോഡുകളിൽ മാത്രമല്ല, വൈക്കം ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കണം. ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ ഊട്ടുപുരയിൽ പ്രവേശിച്ച് സമപന്തി ഭോജനവും നടത്തണം. എന്താണ് സമപന്തി ഭോജനം? എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ക്ഷേത്രത്തിൽ വേണമെന്ന് ഗുരു പറഞ്ഞു. കാരണം ക്ഷേത്രത്തിൽ എന്തില്ല? സമപന്തി ഭോജനം ഇല്ല. ഇപ്പോഴുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ നവോത്ഥാനിച്ച് ഇവിടെ വരെ എത്തിയെങ്കിലും ക്ഷേത്രത്തെ അത്ര കണ്ട് നവോത്ഥാനിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ ഒരു ഈഴവന് കഴകക്കാരനായിട്ട് പോലും കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സോപാനപ്പടിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇത് 16-ാം നൂറ്റാണ്ടിലെ കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. 16-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല, 2025 കാര്യമാണ്. 2025 ഇത് സംഭവിക്കുന്നത്. PC കുറുമ്പയുടെ നേതൃത്വത്തിൽ, ചാത്തൻ മാസ്റ്റർ നേതൃത്വത്തിൽ കുട്ടംകുളത്ത് സമരം നടന്നു. ഇപ്പോഴോ മുട്ടുവിറയ്ക്കും സമരം നടത്താൻ. മുട്ടുവിറയ്ക്കും. നമ്മളെല്ലാവരും വിപ്ലവകാരികളാണ്, പക്ഷേ സമരം നടത്താൻ കിടുകിടാ വിറയ്ക്കും. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ മാറണം. അവർണർ റോഡുകളിൽ മാത്രമല്ല, വൈക്കം ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കണം. തിടപ്പള്ളിയിലും പ്രവേശിക്കണം. ഇത്തരം സമരം നടത്തുന്നതിന് മുമ്പ് നേരത്തെ തന്നെ സത്യാഗ്രഹികൾ അവരുടെ ലക്ഷ്യം സർക്കാരിനെ അറിയിക്കണം.
രഹസ്യമായിട്ട് പോകാനല്ല പറഞ്ഞത്, പരസ്യമായിട്ട് തന്നെ പോകാനാണ് ഗുരു പറഞ്ഞത്. ആവശ്യം വന്നാൽ ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറാകണം. ഇനിമേൽ ആരും അയിത്തം പാലിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഗുരുവിനെ ഉപദേശിക്കാൻ ഗാന്ധി ആചാര്യ വിനോബ ഭാവെ പറഞ്ഞു വിട്ടു. വൈക്കം ക്ഷേത്രം ഒരു സ്വകാര്യ സ്വത്താണ്. ഗതാഗത സ്വാതന്ത്ര്യം ക്ഷേത്രപ്രവേശനവുമായി കൂട്ടിമുട്ടിക്കരുത്. റോഡിൽ കൂടി പോകാനുള്ള സ്വാതന്ത്ര്യമല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ സ്വാതന്ത്ര്യം വേണമെന്ന് സത്യാഗ്രഹികൾ ശഠിക്കരുത്. ഗാന്ധി ഗുരുവിനെ ഉപദേശിച്ചു ആചാര്യ വിനോബ ഭാവെ വഴി. വിനോബ വന്ന് ഗുരുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിനോബയോട് ഗുരു ചോദിച്ചു, വളരെ പ്രസക്തമായ ചോദ്യം, നിങ്ങളൊരു വൈഷ്ണവനല്ലേ? വൈഷ്ണവർ വിശ്വസിക്കുന്നത് സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യങ്ങളിലല്ലേ? ക്ഷേത്രത്തിൻ്റെ സമീപം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂർത്തിയെ ഒരു നോക്ക് കാണുകയും പിന്നെ ആ മൂർത്തിയുടെ അടുത്ത് പോയി പൂജ ചെയ്ത് സായുജ്യം അടയുകയും അല്ലേ വേണ്ടത്? അപ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്ന് തോന്നുന്നവരെ ഉള്ളിൽ പോകരുതെന്ന് പറഞ്ഞ് തടയുന്നത് ശരിയാണോ? ഇതാണ് ഗുരു ചോദിച്ചത്. ഏത് കൗണ്ടറുമായിട്ടാണോ വിനോബാഭ വന്നത്, അതേ യുക്തിയിൽ തന്നെ ആ ട്രഡീഷനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആര് ചോദിച്ചത്? ഗുരു വിനോബയോട് ചോദിക്കുന്നത്. ഒരിക്കൽ ശിവഗിരിയിൽ വെച്ചൊരു പൊതുകാര്യ പ്രസക്തൻ പോലീസുകാരും സത്യാഗ്രഹ വിരോധികളും ദേഹോപദ്രവം ചെയ്താൽ അതെല്ലാം ക്ഷമയോടുകൂടി സഹിക്കുന്നതാണ് സത്യാഗ്രഹികളുടെ മുറയെന്നും കമ്പിവേലി ചാടിക്കടന്നു പോകുന്നത് ശരിയല്ലെന്നുമുള്ള ഗാന്ധിയുടെ നിലപാട് ഗുരുവിനെ അറിയിച്ചു. ഗുരു പറഞ്ഞു, എന്നാൽ നമുക്ക് നല്ല ഒരു വടി വേണം. സത്യാഗ്രഹത്തെ അനുകൂലിക്കുന്നു എന്ന് വിചാരിച്ച് ഇവിടെ വിരോധികൾ വന്നേക്കാം. നമുക്കൊരു വടി വേണം. കാരണം എന്താ? നാം സത്യാഗ്രഹികളെ അനുകൂലിക്കുന്നെന്ന് വിചാരിച്ച് പല ആളുകളും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകന് സംശയമായി, തൃപ്പാദങ്ങൾക്ക് വടിയുടെ ആവശ്യമില്ല. തൃപ്പാദങ്ങൾക്ക് വടിയുടെ ആവശ്യമില്ല. ഗുരു പറഞ്ഞു, നമ്മുടെ ആവശ്യത്തിനല്ല. നമ്മെ അടിക്കുവാൻ വന്നാൽ അവർ വടിയില്ലാതെ ബുദ്ധിമുട്ടരുത്. നമ്മെ അടിക്കുവാൻ വന്നാൽ അവർ വടിയില്ലാതെ ബുദ്ധിമുട്ടരുത്. അവർക്ക് കൊടുക്കാനാണ്. വിദ്വാൻ എം കെ കുമാരൻ ശ്രീനാരായണ ഗുരുദേവരുടെ അരുളുകൾ, ഫലിതങ്ങൾ, സംഭാഷണങ്ങളിൽ രേഖപ്പെടുത്തിയ വരികളാണിത്. അടികൊള്ളുക എന്ന് പറയുന്ന സത്യാഗ്രഹ മോഡലിനോട് ഗുരു അനുകൂലിച്ചില്ല. മറ്റൊരിക്കൽ ഒരു അന്തേവാസിയോട് ഗുരു പറഞ്ഞു, തപസ് കൊണ്ടെല്ലാം ജയിക്കാമെന്നല്ലേ ഗാന്ധി പറയുന്നതിൻ്റെ സാരം? അന്തേവാസി, അതെ സ്വാമി. ഉടനെ ഗുരു പറയുകയാണ്, എന്നാൽ എന്താണ് സത്യാഗ്രഹം ജയിക്കാത്തത്? തപസ് കൊണ്ട് സത്യാഗ്രഹം ജയിച്ചാൽ എന്തുകൊണ്ടാണ് സത്യാഗ്രഹം ജയിക്കാത്തത്? ഇതാണ് ഗുരു ചോദിക്കുന്നത്. അപ്പോൾ അന്തേവാസി പറഞ്ഞു, സത്യാഗ്രഹികളുടെ തപോബലം കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ഗാന്ധി പറയുന്നത്. എന്തുകൊണ്ടാണ് സത്യാഗ്രഹം വിജയിക്കാത്തത്? സത്യാഗ്രഹികളുടെ തപോബലം കുറഞ്ഞതുകൊണ്ടാണ്. യഥാർത്ഥ സത്യാഗ്രഹമാണെങ്കിൽ ജയിക്കും. ഇതായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായം. ഗുരു പറഞ്ഞു, അങ്ങനെ എല്ലാവരും എങ്ങനെ യഥാർത്ഥ സത്യാഗ്രഹികളാകും? അത് സാധിക്കുമോ? അന്തേവാസിയുടെ മറുപടി, ഇല്ല, അത് കുറേ പ്രയാസമാണെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും യഥാർത്ഥ സത്യാഗ്രഹികളാകാനും തപോനിഷ്ഠരാകാനും ഒന്നും കഴിയില്ല. എങ്ങനെയാണ് സത്യാഗ്രഹത്തെ ഒരു തപസ്സായി കാണുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ജോർജ് ജോസഫും അതുപോലെ തന്നെ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ സത്യാഗ്രഹത്തെ ഒരു സെക്കുലർ സ്പേസിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധി അതിനൊരു ഹൈന്ദവ ആധ്യാത്മിക പൊതുബോധത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഗുരു പറഞ്ഞു, എന്നാൽ ഒരാൾ യഥാർത്ഥ സത്യാഗ്രഹിയായാൽ ജയിക്കണമല്ലോ. വെയിലും കൊണ്ട് പട്ടിണിയും കിടന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യം അങ്ങനെയാൽ ഉണ്ടാകയില്ലായിരുന്നു. ഇതായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഒരേ ഒരാൾ മതി സത്യാഗ്രഹി. അങ്ങനെയാണ് ഈ പാവങ്ങളെല്ലാം അവിടെ കിടന്ന് വെയിലും മഴയും കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ആര് ചോദിച്ചത്? ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡലിനോട് ഗുരു ചോദിച്ചു.